അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് സൂറത്തുൽ മാഇദയിലെ 60-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൻ്റെ പാതി വഴിയിൽ വെച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ശേഷിക്കുന്ന ഭാഗവും 61-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറുമാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഉള്ളടക്കം യഹൂദികളോടും ക്രിസ്ത്യാനികളോടുമുള്ള അവരുടെ കപട വിശ്വാസത്തിനെതിരായുള്ള അള്ളാഹുവിൻ്റെയും പരിശുദ്ധ റസൂലിൻ്റെയും പ്രതിഷേധം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവർ അള്ളാഹുവിൻ്റെ റസൂലിനോടും സത്യവിശ്വാസികളോടും നിങ്ങളെക്കാൾ അധപ്പതിച്ചൊരു മതവുമില്ല എന്ന ഒരു അഭിപ്രായം പങ്കുവച്ചപ്പോൾ അള്ളാഹു അവരോട് തിരിച്ചു പറയുകയാണ്, നിങ്ങളെക്കാൾ മോശപ്പെട്ട അതിനേക്കാളും വലിയ മോശപ്പെട്ടതല്ലേ നിങ്ങൾ. കാരണം എന്താ? അള്ളാഹു നിങ്ങളെ അധിക്ഷേപിച്ചിരിക്കുന്നു, നിങ്ങളെ ശപിച്ചിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് കുരങ്ങന്മാരെയും പന്നികളെയും അതുപോലെ സാത്താന്മാരെ ആരാധിക്കുന്നവരെയും അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ. അങ്ങനെ വലിയ ഒരു ശാപം കിട്ടിയൊരു വിഭാഗമാണ്. നിങ്ങളെക്കാളും എന്തായാലും മോശമല്ലല്ലോ ഞങ്ങൾ എന്ന അർത്ഥത്തിൽ. അതിൻ്റെ ശേഷം 61-ാമത്തെ ആയത്തിൽ പറയുന്നത്, റസൂലേ നിങ്ങളുടെ അടുത്ത് വന്നാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അതാണ് അവരുടെ ഹൈലൈറ്റ്. കപട വിശ്വാസികളാവുന്നത് തന്നെ അങ്ങനെയാണ്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് പ്രവേശിക്കുമ്പോഴും നിങ്ങളുടെ അടുത്ത് നിന്ന് തിരിച്ചു പോകുമ്പോഴുമെല്ലാം അവർ കുഫറിൽ അധിഷ്ഠിതമായാണ് നിലകൊള്ളുന്നത്. സത്യനിഷേധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ നിലപാട് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അവരൊരു കാര്യം അറിഞ്ഞോട്ടെ, അവരെത്ര മനസ്സിൽ മറച്ചു പിടിച്ചാലും അത് അള്ളാഹുവിനറിയാം എന്ന വസ്തുത അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇതാണ് 61-ാമത്തെ ആയത്ത്. അപ്പോൾ നമുക്ക് 60-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ ശേഷിക്കുന്ന ഭാഗം തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅബദത് താഗൂത മൻ ലഅനഹുല്ലാഹ് വഗളിബ അല്ലാഹു അലൈഹിം വജഅല ഫീഹിമുൽ ഖിറദത വൽ ഖനാസീറ വഅബദത് താഗൂത്ത് അല്ലേ. അവരിൽ നിന്ന് കുരങ്ങന്മാരെയും പന്നികളെയും ഉണ്ടാക്കി, അതേപോലെ തന്നെ താഗൂത്തിനെ ആരാധിക്കുന്ന അല്ലേ. അവിടെ അബദ എന്നുള്ളതുമായി ബന്ധപ്പെട്ട വലിയൊരു വിശദീകരണമാണ്. ചോദ്യത്തിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് അബദ. അവിടെ അബദ എന്നുള്ളത് ഫേലാണോ അതോ ഇസ്മാണോ ജമ്മാണോ, അങ്ങനെ പല വലിയ വിഷയമാണ്. ആദ്യം നമുക്ക് അബദ എന്നുള്ളത് ഫേലു മാലി സുലാസിയെ ഫഅല വസ്നിൽ അബദത് താഗൂത്ത അത്ഫുൻ അലാ സിലത്തി മൻ ലഅനഹുല്ലാ അള്ളാഹു ശപിച്ചവർ. ആ ലഅനുണ്ടല്ലോ, ലഅനൻ്റെ മുമ്പുള്ള മൻ, അതിലേക്കാണ് അത്ഫ്. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, അവർ താഗൂത്തിനെ ആരാധിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്ന മാലിയായ ഫേല്. ഐ വമൻ അബദത് താഗൂത്ത എന്നർത്ഥം. ഒന്ന് 2 വഫീ ഖിറാഅത്തി ഉബയ്യിൻ വഅബദൂ അത്താഗൂത്ത എന്നുണ്ട് അലൽ മായന. അതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം പരിഗണിച്ചുകൊണ്ട് അബദു എന്നാണ് ഓതിയിട്ടുള്ളത്. 2 ഇബ്നു മസ്ഊദ് വമൻ അബദു എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 വ അബദാന്നും അല്ല വ അബദൂന്നും അല്ല വമൻ അബദു എന്ന്. 4 വ ആബിദത്താഗൂത്തി എന്ന് ഓതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അർത്ഥം? വജഅല മിൻകുമുൽ ഖിറദത വൽ ഖനാസീറ വആബിദത് താഗൂത്തി, താഗൂത്തിനെ ആരാധിക്കുന്നവർ എന്ന്. അത്ഫൻ അലൽ ഖിറദത എന്നുള്ളതിലേക്ക് അത്ഫ് ചെയ്തിട്ട്. ഇപ്പോൾ എത്രണ്ണമായി? 4 എണ്ണമായി അല്ലേ. അബദ, അബദു, വമൻ അബദു, വആബിദത് താഗൂത്തി. 5 വആബിദി അത്താഗൂത്തി അങ്ങനെ ഓതിയിട്ടുണ്ട്. 6 ഉബ്ബാദ്. 7 ഉബ്ബദ്. 8 അബുദ. അവിടെ അപ്പോൾ 8-ാമത്തെ സംഗതി മാത്രം നോക്കാം. 8-ാമത്തത് അബുദ്. അബുദ എന്നല്ല അബുദ് അബൂദു. അതിൻ്റെ അർത്ഥം അല്ലോ ഒലുവ് ഫിൽ ഉബൂദിയത്തി, ആ ഒരു ആരാധനയിലും പൂജയിലും ആ സബര്യയിലും അത്ര അങ്ങേയറ്റമായ ആളുകൾ. ഇപ്പം നമ്മൾ പറയും റജുലുൻ ഹദുറുൻ വ ഫത്തുനുൻ എന്ന് പറയും. നല്ല ജാഗ്രതയും നല്ല ബുദ്ധിയുമുള്ള ആൾ. അതിൽ ബലീഗ് ഫിൽ ഹദരി വൽ ഫിത്നത്ത്, ബുദ്ധിയിലും ആ ഒരു ജാഗ്രതയിലും അത്രയും അങ്ങേയറ്റമുള്ള ആൾ. അതാണ് 8-ാമത്തെ ഖിറാഅത്തായ അബുദു എന്നുള്ളതിൻ്റെ അർത്ഥം. അതിന് ഉപോത്ബലകമായൊരു ഷാഹിദ് ബൈത്ത് ആ ബനി ലുബൈന, ലുബൈനയുടെ മക്കളെ. ലുബൈന എന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ പേര്.
ഇന്ന ഉമ്മക്കുമോ നിങ്ങളുടെ ഉമ്മയായ ലുബൈന അമത്വൻ ഒരു അടിമയായിരുന്നു. ഇന്ന അബാക്കും നിങ്ങളുടെ ഉപ്പയോ അബദ്വൻ ഒരു അടിമയുമായിരുന്നു. ഓക്കെ, അതൊരു അബദ് എന്നുള്ളതിനൊരു ഇത് കൊണ്ടുവന്നതാണ് കേട്ടോ. ആബൂദുൻ ഇന്ന അബാക്കുമോ ആബൂദുൻ. 9 ഉബദ് ബിവസ്നി ഹുത്തമ. ഓക്കെ, 10 അബീദ്. 11 ഉബൂദ് ബിലമ്മത്തൈന് ജമ്മു അബീദിൻ്റെ ജമ്മായ ഉബൂദാണ് 11. 12 അബദത്ത് ബിവസ്നി കഫറത്ത് എന്ന് പറയും. ഓക്കെ ആണല്ലോ. 13 അബദുൻ, ഇതുവരെ പറഞ്ഞിട്ടില്ല. അബദ്, മറ്റേത് അബദയാണ്. 13 അബദുൻ, അതിൻ്റെ അസല് അബദത്തുൻ എന്നാണ്. പിന്നെ ആ താ കളഞ്ഞു പോയതിൽ ഇലാഫത്തി അബദത്താവൂത്തി എന്നാണ്. മറ്റേ ഒന്നാമത്തെ ആണെങ്കിൽ അബദത്താവൂത്തയാണ്. ഒന്ന് ഫേലും താവൂത്ത എന്നുള്ളത് മഫൂലായിട്ട്. ഇത് അബദത്താവൂത്തി. അബദ എന്നുള്ളത് അടിമകൾ എന്ന അർത്ഥത്തിൽ. അബദത്ത് എന്നുള്ളതിൻ്റെ അസല് അബദ, താവൂത്തി എന്നുള്ളത് മുലാഫിലേക്ക്. അപ്പോൾ മുലാഫിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ശരിക്കത് അബദത്ത് എന്നാണ്. ഇതിൽ അബദ എന്ന് ഓതിയതാണ്, ഇലാഫത്തിന് വേണ്ടി താഴ് കളഞ്ഞു. അതല്ലെങ്കിൽ ആ അബദന്നെ ഖദമ് പോലെ, ഖാദിമ് എന്നുള്ളതിൻ്റെ ജമ്മ ഖദമുണ്ട്. അതേമാതിരി ആബിദ് എന്നുള്ളതിൻ്റെ ജമ്മ അബദ് എന്നായിട്ട് അങ്ങനെയും പറയാം. 13ാമത്തത്. പിന്നെ പല കോലത്തിൽ പിന്നെ അബദ് എന്ന് തന്നെ ഇബാദ് ആബുദ് ഒക്കെ ഉണ്ട്. അങ്ങനെ 13, 14, 15 ഒക്കെ ആയി. ഇപ്പോൾ പിന്നെ 16ാമത്തത് ഉബിദത്താവൂത്തു മജ്ഹൂലായിട്ട് അലൽ ബിനാഇൽ മഫ്ഊൽ നായിബ് ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട പോലെ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റാജി എവിടെ? ഉബിദത്താവൂത്തു എന്നുള്ളതിൽ താവൂത്ത് ആരാധിക്കപ്പെട്ടു എന്നുള്ള ഇവരുമായിട്ട് എന്താ ബന്ധം? നമ്മളെന്താ പറയുന്നത്? അള്ളാഹു അവരെ ശപിച്ചു, അവരെ പന്നികളും കുരങ്ങന്മാരുമാക്കി. പിന്നെ ഉബിദത്താവൂത്തു ശൈത്താന്മാർ ആരാധിക്കപ്പെട്ടു. അത് ഇവരോടെന്താ ബന്ധമുണ്ട്. അപ്പോൾ ഉബിദത്താവൂത്തു ഫീഹിം ഔ ബൈനഹും, ഇവർക്കിടയിൽ ഇവരിൽ വെച്ചാണ് ഈ താവൂത്ത് ആരാധിക്കപ്പെട്ടത്. അങ്ങനത്തെ ആളുകൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഖിറാഅത്തുണ്ട്. ഇനി നമുക്ക് ആദ്യത്തിലേക്ക് തന്നെ വരാം. അബദത്താവൂത്ത് എന്ന് പറഞ്ഞത് ബിമഅന സാറത്താവൂത്ത് മഅബൂദൻ മിൻ ദൂനില്ലാഹി. അബദത്താവൂത്ത് എന്നുള്ളത് നമ്മൾ അർത്ഥം വെച്ചത് എന്താ? താവൂത്തിനെ ആരാധിച്ചവർ എന്നാണ്. അങ്ങനെയും അർത്ഥം വെക്കാം. അല്ലെങ്കിൽ സാറത്താവൂത്ത് മഅബൂദൻ മിൻ ദൂനില്ലാഹി, അള്ളാഹു അല്ലാതെ താവൂത്ത് ഇവർക്കിടയിൽ മഅബൂദാക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ വെക്കാൻ പറ്റും. ഇപ്പം എങ്ങനെ? അമറ എന്ന് പറയും നമ്മൾ. അമറ എന്ന് പറയും. അർത്ഥം എന്താ? കൽപ്പിച്ചു എന്നല്ല, അവിടുത്തെ അമീറായി എന്നാണ് അമറ. അല്ലേ, നിങ്ങൾ താരീഖിൻ്റെ കിതാബിലൊക്കെ കണ്ടിട്ടുണ്ടോ അമറ? അതേമാതിരി അബദ, അവിടുത്തെ മഅബൂദായി എന്നർത്ഥം. പിന്നെയുണ്ട് അബുദിത്താഹൂത്ത് ബിൽ ജരിയാത്ത് ഫനാലമന. ഒരുപാട് ഖിറാഅത്തുകൾ ഉണ്ടെന്നർത്ഥം. അത്ര മനസ്സിലാക്കിയാൽ മതി. അതിൽ ഏതാനും ചില ഖിറാഅത്തുകൾ, വളരെ പ്രധാനപ്പെട്ട ഖിറാഅത്തുകൾ ഒരു 6, 7, 8 അല്ലെങ്കിൽ 10 ഒക്കെ പഠിച്ചു വെക്കുക. എന്തായാലും അതാണ്. ഒരുപാട് ഖിറാഅത്തുകളാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. 10, 20, 18 നമ്മളിപ്പോൾ എണ്ണിക്കഴിഞ്ഞു. ഫൈൻ കുൽത്ത. അപ്പോൾ ചോദ്യം ഇത്രയും ആകുമ്പോൾ ഖിറാഅത്തുമായി ചർച്ച തീർന്നു. ഇനി അടുത്തൊരു ചോദ്യം. ഇദ്ദേഹം മുഅ്തസിലി ആശയക്കാരനാണ്. ഖവാരിസ്മി നമ്മുടെ സമഖ്ശരി ഇമാമ്, ഒരു സബുക്കുൽ ലിസാനിൽ ഒന്നാണ്. സമഖ്ശരി ഇമാമ് മുഅ്തസിലി വിഭാഗക്കാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് കൂടി ചേർത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ അയച്ചു തന്ന കിതാബിൽ നോക്കിയിട്ട് വേണം ഇത് പറയാൻ. കൈഫ ജാസ അൻ യജഅല അല്ലാഹു മിൻഹും ഉബ്ബാദത്താഗൂത്തി. എങ്ങനെയാണ് അള്ളാഹു അവർക്കിടയിൽ ശൈത്താൻ ആരാധിക്കുന്നവരെ ഉണ്ടാക്കുക? അത് അള്ളാഹുവിന് പറ്റുമോ? അത് അള്ളാഹുവിന് ചേർന്നൊരു പണിയാണോ? അവർ ശൈത്താനെ ആരാധിച്ചു എന്നുള്ളതാണെങ്കിൽ ഓക്കെ. ഇത് അള്ളാഹു ശൈത്താനെ ആരാധിക്കുന്നവരെ അള്ളാഹു ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കുൽതു ഫീഹി വജ്ഹാനി, അതിൽ 2 വജ്ഹാണുള്ളത്. ഒന്ന് അന്നഹു ഹദലഹും ഹത്താബദു, അള്ളാഹു അവരെ നിന്ദിച്ചു, അപ്പോൾ അവർ അങ്ങനെ ആയി മാറി എന്നാണ് അർത്ഥം. അല്ലാതെ അള്ളാഹു അവരെ ആക്കി എന്നല്ല. അല്ലെങ്കിൽ അന്നഹു ഹക്കമ അലൈഹിം, അള്ളാഹു അവരുടെ മേൽ അങ്ങനെ വിധിച്ചു. അപ്പോൾ വസഫഹും ബിഹി, അവരെ അള്ളാഹു അങ്ങനെ വിശേഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിശേഷണം കൊടുത്തതാണ്, അല്ലാതെ അള്ളാഹു അങ്ങനെ ആക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പം എന്ത് പറയും? വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ. അല്ലേ, അവിടെ നമ്മൾ പറയുന്നുണ്ട് ചില ആളുകൾ, യഹൂദികൾ, അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമായ മലക്കുകളെ പെണ്ണുങ്ങളാക്കി. അവർ പെണ്ണുങ്ങളാക്കിയിട്ടൊന്നുമില്ലല്ലോ, പെണ്ണുങ്ങളെന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലേ, അങ്ങനെയല്ലേ ചെയ്തത്? യഹൂദികൾ എന്താണ് പറഞ്ഞത്?
മലക്കുകൾ പെണ്ണുങ്ങളാണ് എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഖുർആൻ ഉപയോഗിച്ച് ജഅലു അവരാക്കി എന്നാണ്. അവിടെ നമ്മൾ എന്താ അർത്ഥം പറയല്? അവർ വിശേഷിപ്പിച്ചു. അതേമാതിരി അള്ളാഹു ഇവിടെ വിശേഷിപ്പിച്ചു എന്നേ അർത്ഥമുള്ളൂ. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. വക്കീല ഒരഭിപ്രായമുണ്ട്, താകൂത്ത് പറഞ്ഞ ഷെയ്ത്താനോ സാത്താനോ പിശാജോ അല്ലെങ്കിൽ സമാനമായതൊന്നും അല്ല, അല്ല ഇജ്ലു പശുക്കുട്ടിയാണ്. മൂസാ നബിയുടെ കാലത്തുണ്ടായില്ലേ, ലിഅന്നഹും മഅബൂദു മിൻ ദൂനില്ലാ, കാരണം പശുക്കുട്ടിയാണ് അള്ളാഹുവിനെ ഒഴിവാക്കി അവർ ആരാധിച്ചത്. വലിയ അന്ന ഇബാദത്തഹും ലിൽ ഇജ്ലി മിമ്മാ സയ്യൻ ലഹുമു ശൈത്വാനു. അപ്പോൾ പിന്നെ താകൂത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം പിശാജ് എന്നല്ലേ? അത് പിശാജിൻ്റെ ആ അർത്ഥത്തിൽ എങ്ങനെ പശുക്കുട്ടിനെ കൊണ്ടുവരിക? അതെ, പശുക്കുട്ടി ആരാധിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാക്കിയത്, അതിലൊരു മഹത്വം ഉണ്ടാക്കിയത് ആരാണ്? ഷെയ്ത്താനാണ്. അതുകൊണ്ടാണ് ഫക്കാനത്ത് ഇബാദത്തുഹും ലഹു ഇബാദത്തലി ഷെയ്ത്താനി വഹു താകൂത്തു. അപ്പോൾ ആ പശുക്കുട്ടി ആരാധിച്ചാൽ അത് ഷെയ്ത്താൻ ആരാധിക്കുന്നതിന് തുല്യമാവും. ഓക്കെ. വാണിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അതാഉ അൽ കഹന, ഈ യഹൂദികൾ എപ്പോഴും കഹനത്ത് കുഹാന അല്ലേ, ജ്യോത്സ്യന്മാരെ അംഗീകരിക്കുന്ന അവരെ വഴങ്ങുന്ന ആളുകളായിരുന്നു. വകുല്ലു മൻ അതാ അഹദൻ ഫി മഅസിയത്തില്ല, അള്ളാഹുവിനോടുള്ള മഅസിയത്തിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിനെ എതിർക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും മറ്റൊരാളെ വഴങ്ങിയാൽ ഫഖദ് അബദഹു, അവൻ അയാളെ ആരാധിച്ചതിന് തുല്യമാവും. ഓക്കെ. ഈ കഹനത്തെ എങ്ങനെയാണ് നടക്കുന്നത്? പിശാചുക്കളെ പാട്ടിലാക്കിയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതാണ് അബദു താഗൂത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്തത് വജഅല മിൻഹുമുൽ ഖിറദത, അത് അസ്ഹാബു സബത്ത്, മൂസാ നബിയുടെ കാലത്തുണ്ടായ സബത്ത് അല്ലേ, മീൻ പിടിക്കുന്ന, ശനിയാഴ്ച മീൻ പിടിക്കൽ, ആ ആളുകളെയാണ് അള്ളാഹു കുരങ്ങുകളാക്കിയത്. വൽ ഖനാസീർ, അപ്പോൾ പന്നികളാക്കിയത് ആരെയാണ്? കുഫാറ അഹ്ലി മാഇദത്തി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ആ തളികയെ നിഷേധിച്ച ആളുകളുണ്ട് അല്ലേ, കുഫാർ, ഈസാ നബിയുടെ നിഷേധികൾ, ഈസാ നബിയെ എതിർത്ത ആളുകളെയാണ് എന്നൊരഭിപ്രായം. വക്കീല, അടുത്തൊരഭിപ്രായം, കിലൽ മസ്ഖൈനി മിൻ അസ്ഹാബി സബത്തി, കുരങ്ങുകളാക്കിയതും പന്നികളാക്കിയതും രണ്ടും ആര് തന്നെയാണ്? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ആ ഒരു സബത്ത്, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു സത്യനിഷേധികളുണ്ടല്ലോ, അവരെയാണ്. അപ്പം എങ്ങനെയാ? ഫശുബാനുഹും, ആ പ്രക്രിയയിൽ പങ്കെടുത്ത യുവാക്കളെ അള്ളാഹു ഖിറദതൻ, കുരങ്ങുകളാക്കി. മശായിഖും, അവരുടെ വയസ്സന്മാരെ അള്ളാഹു അവർ മുസിഹു ഹനാസീറ, അവർ പന്നികളായും മാറ്റിമറിക്കപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് അതിലുള്ളത്. ഇനി അതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം, ഈ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ മുസ്ലിങ്ങൾ വെറുവി അന്നഹ ലമ്മ നസലത്ത്, ഈ ആയത്തിറങ്ങിയപ്പോൾ കാനൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളായിരുന്നു അയ്യറൂനൽ യഹൂദ, യഹൂദികളെങ്ങനെ കളിയാക്കും, അവരെങ്ങനെ കൊച്ചാക്കും. എന്നിട്ട് പറയും യാ ഇഖ്വത്തൽ ഖിറദത്തി വൽ ഖനാസീർ എന്ന് പറയുമായിരുന്നു. അത്ര കുരങ്ങകളെ പന്നികളെ എന്ന് പറയുന്ന മാതിരി. ഫൈനക്കിസുന റൂസും, ഇതങ്ങോട്ട് പറഞ്ഞാൽ ഓലെ മുണ്ടാട്ടം മുട്ടും, ഓല് തലയും കുനിച്ചു പോകുമായിരുന്നു എന്നാണ്. ഉലായിക ശർറുൻ മക്കാന, അതാണ് ഇനി പറയാനുള്ളത്. ഉലായിക അൽ മൽഊനൂൻ അൽ മംസൂഖൂൻ, ഈ കോലം മറിക്കപ്പെട്ട, ഈ ആക്ഷേപിക്കപ്പെട്ട ആളുകൾ, ഷർറുൻ മക്കാനൻ, ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്, മോശം അവസ്ഥയും സ്ഥാനവുമുള്ള ആളുകളാണ്. ജുഇലത്തി ഷറാറത്തുലിൽ മക്കാനി, അവർ ഷർറാക്കപ്പെട്ടു എന്നല്ല പറയുന്നത്, അവരുടെ സ്ഥാനം ഷർറാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. വഹിയലി അഹ്ലിഹി, എന്ന് സ്ഥാനം ഷർറാക്കപ്പെട്ടു, സ്ഥാനം മോശമാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അവർ മോശമായി എന്നാണ്. വഫീഹി മുബാലഗത്തുൻ, ആ ഷർറുൻ മക്കാൻ എന്നുള്ളതിൽ അത്രയും മുബാലഗത്തുണ്ട്. ലൈസത്ത് ഫീ കൗലിക ഉലായിക ഷർറുൻ വ അളൽ, അവർ മോശമാണ്, അവർ ഷർറാണ് എന്ന് പറയുന്നതിനേക്കാളും മുബാലഗത്തുണ്ട് ഉലായിക ഷർറുൻ മക്കാനൻ എന്ന് പറയുന്നത്. കാരണം ലിദുഖൂലിഹി ഫി ബാബിൽ കിനായ, അത് കിനായത്തിൻ്റെ ബാബാണ്. കിനായത്ത് പഠിച്ചില്ലേ, ഇപ്പോഴും പഠിക്കുന്നില്ലേ? കിനായത്തിൻ്റെ ബാബിൽ പെട്ടതാണത് അല്ലേ. ഷർറുൻ മക്കാൻ, അവരുടെ മക്കാന് ഷർറായി എന്ന് പറഞ്ഞാൽ, അപ്പോൾ കിനായത്തിന് കുറച്ചുകൂടി പവറുണ്ട്, മജാസിന് ഹക്കീക്കത്തിനേക്കാൾ കുറച്ച് പവറുണ്ട് അല്ലേ. അപ്പോൾ മജാസിൻ്റെയും കിനായത്തിൻ്റെയും ബാബിൽ വന്നാൽ മുബാലഗത്ത് കൂടി. അപ്പോൾ അവർ ഷർറാണ്, അവർ വഴിപിഴച്ചവരാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പവർ അതിനുണ്ട് എന്നർത്ഥം. നസലത്ത് ഫീ നാസിൻ മിനൽ യഹൂദ്, അടുത്ത ഭാഗമാണ് പറയുന്നത്, അടുത്ത ആയത്താണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളുടെ അടുത്തെത്തിയിട്ട് അവർ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും, പക്ഷെ അവർ വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ഇരു സമയങ്ങളിലും അവർ കുഫറിൻ്റെ ആളുകളായിരിക്കുമെന്നാണ്. നസലത്ത് ഫീ നാസിൻ മിനൽ യഹൂദ്, യഹൂദികളിലെ ചില ആളുകൾ. കാനു യദ്ഖുലൂന അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കെത്തും. യുൽഹിറൂന ലഹുൽ ഈമാന നിഫാഖ, അവർ ഈമാനെ
വെളിവാക്കിക്കൊണ്ടാണ്, നിഫാഖൻ, നമുക്ക് അവിടെ വിശ്വാസികളായിട്ട്. ഫഅഖ്ബറഹു അല്ലാഹു തആല ബിശഅനിഹിം, അപ്പോൾ അള്ളാഹു അവരുടെ കാര്യം എന്തെന്ന് റസൂലിനെ അറിയിക്കുകയാണ്. വഅന്നഹും യഖ്റുജൂന മിൻ മജ്ലിസിക കമാ ദഖലു, അവർ നിങ്ങളുടെ മജ്ലിസിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. ലം യതഅല്ലഖ് ശൈഉം മിമ്മാ സമിഉ ബിഹി മിൻ തദ്കീരിക ബിആയാത്തില്ലാഹി വമവാഇളിക, നിങ്ങൾ പറഞ്ഞു കൊടുത്ത സാരോപദേശങ്ങളും നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായി പറഞ്ഞു കൊടുത്ത സൽകീർത്തനങ്ങളും ഒന്നും, അതൊക്കെ അവർ കേട്ടു എന്നല്ലാതെ ആ കേട്ടതൊന്നും അവരുടെ മനസ്സിൽ കുടികൊണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അവർ ദഖലു ബിൽ കുഫ്രി വബിഹി എന്നാണ്, രണ്ടും ഹാലാന്, രണ്ടും ഹാലുകളാണ്. ഓക്കെ, ഖദ് ദഖലു വഹും ഖറജു ബിഹി എന്നാണല്ലോ, അത് രണ്ടും ഹാലുകളാണ്. ദഖലു കാഫിരീന വഖറജു കാഫിരീന, അവരിങ്ങോട്ട് വരുമ്പോഴും സത്യനിഷേധികളാണ്, പുറത്തേക്ക് പോകുമ്പോഴും സത്യനിഷേധികളാണ്. തഖ്ദീറുഹു മുൽതബിസീന ബിൽ കുഫ്രി, കുഫറിനോട് അത്രയും ചേർന്നുകൊണ്ട് എന്നാണ് അർത്ഥം. വകദാലിക ഖൗലുഹു വഖദ് ദഖലു വഹും ഖദ് ഖറജു, അത് അല്ലേ, അത് അവർ പ്രവേശിച്ചു അവർ പുറത്തു പോവുക എന്നുള്ളതും. വലിദാലിക ദഖലത്ത് കദ്, അതും ഹാലുകളാണ് എന്നാണ് പറയുന്നത്. വലിദാലിക ദഖലത്ത് കദ്, അതുകൊണ്ടാണ് ഹാലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ കദ് എന്നുള്ളത്. കദ് എന്ന് പറയുന്നത് തഖ്രീബല്ലിൽ മാദിൽ ഇലൽ ഹാലി, ഹാലും മാദിയും തമ്മിലുള്ള ആ ഒരു വൈദൂര്യം അല്ലേ, ആ ഒരു ഡിസ്റ്റൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കദ് വരുന്നത്. ഓക്കെ, വലിമായനൻ ആഖറ, അതൊരു മറ്റൊരു അർത്ഥത്തിനും കൂടിയാണ് വരുന്നത്. അന്ന അമാറാത്തിൻ നിഫാഖി കാനത്ത് ലാഇഹത്തൻ അലൈഹിം, ആ ഒരു കപട വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ അവരുടെ അടുത്ത് അത്രയും വ്യക്തമായി കാണാമായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വലിദാലിക അത് ഒരുമിച്ച് വന്നത്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവക്കിഅൻ ലിഇൽഹാരില്ലാഹി മാ കതമൂഹു, ഇവരുടെ മനസ്സിൽ എന്താണോ മറഞ്ഞു കിടക്കുന്നത് എന്ന് അള്ളാഹു ഒന്ന് വെളിപ്പെടുത്തി തന്നിരുന്നുവെങ്കിൽ അതിനൊരു സോഴ്സ് ആയിരുന്നുവല്ലോ എന്ന് കാത്തിരിക്കുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദഖല ഹർഫു തവക്കുഇ വഹു മുതഅല്ലിഖും ബിഖൗലിഹി ഖാലു ആമന്ന, അങ്ങനെയാണ് ഈ തവക്കുവിൻ്റെ ഹർഫായ ഖദ് അവിടെ വന്നത്. ഖാലു ആമന്ന ഖാലു ദാലിക വഹാദിഹി ഹാലുഹും, ഇവരിങ്ങനെയുള്ള അവസ്ഥയിലാണ്, അഥവാ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഈ സമയത്തും കാഫിരീങ്ങളാണ് എന്ന അവസ്ഥയിലാണ് അവർ നിങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. കൂടുതൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ അബദ് എന്നുള്ളതും പിന്നെ അതിൻ്റെ പശ്ചാത്തലവും എല്ലാം, പിന്നെ അള്ളാഹു എന്തുകൊണ്ട് വജഅലു അബദത്താഗൂത്തി എന്നെന്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹു അങ്ങനെ പിശാചിനെ ആരാധിക്കുന്നവരായി അവരാക്കുമോ എന്നുള്ളതിൻ്റെ മറുപടി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.